ഇടവേള ബാബുവിനെതിരെയും ഇപ്പോൾ ഒരു കേസെടുത്തിരിക്കുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്യാം? അതായത് ഇപ്പോൾ നടൻ ഇടവേള ബാബുവിനെതിരെ കൂടി ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അമ്മയുടെ മുൻ പ്രസിഡന്റാണ് ഇടവേള ബാബു. ഇത് സംബന്ധിച്ച് അമ്മയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നടിയോട് മോശമായി പെരുമാറി എന്നതാണ് ഇത് സംബന്ധിച്ചുള്ള കേസ്. എറണാകുളം നോർത്ത് പോലീസാണ് ഇടവേള ബാബുവിനെതിരെ ഇത് സംബന്ധിച്ച നിലവിൽ കേസ് എടുത്തിട്ടുള്ളത്. ഇന്നലെ നടി ഈ പരാതിയിൽ 7 പരാതികളിലൊന്ന് ഇടവേള ബാബുവിനെതിരായ പരാതിയായിരുന്നു. ആ പരാതിയിലും നടി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ മൊഴി ഇന്നലെ 7 കവറുകളിലാക്കി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറിക്കൊണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എറണാകുളം നോർത്ത് പോലീസാണ് ഇടവേള ബാബുവിനെതിരെ ഇപ്പോൾ നിലവിൽ FIR ഇട്ടിരിക്കുന്നത്. ഈ നടിയോട് മോശമായി പെരുമാറി ഈ അമ്മയിലെ മെമ്പർഷിപ്പിന് വേണ്ടി പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും വഴങ്ങേണ്ടി വരും എന്ന കാര്യമാണ് ഈ ഇടവേള ബാബു പറഞ്ഞത്. മറ്റ് കാര്യങ്ങൾ കൂടി എന്തൊക്കെയോ, അതായത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ പറ്റാത്ത ചില കാര്യങ്ങൾ അന്ന് ആ നടി പറഞ്ഞിരുന്നു. അക്കാര്യങ്ങളും ഇത് സംബന്ധിച്ച് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നടൻ ഇടവേള ബാബുവിനെതിരെയും നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെതിരെയും നിലവിൽ ഈ നടിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. ഈ പരാതി വന്നതിന് പിന്നാലെ ഈ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ കോൺഗ്രസിൻ്റെ അഡ്വക്കേറ്റ് സെല്ലിൻ്റെ നേതാവാണ്. ആ പദവിയിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെ ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ഈ നടി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെതിരെയും മൊഴി നൽകിയിരിക്കുന്നത്. ഈ ലൊക്കേഷൻ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി പലരുടെ മുന്നിലേക്കും തന്നെ കാഴ്ചവെച്ചു എന്നതാണ് ഈ നടി പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ 2ാം പ്രതിയാക്കിയാണ് ഇത് സംബന്ധിച്ച് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ഈ നടിയുടെ 7 പരാതികളിൽ എറണാകുളം ജില്ലയിലെ 3 പോലീസ് സ്റ്റേഷനുകളിലാണ് നിലവിൽ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. എറണാകുളം നോർത്ത് പോലീസ്, ഈ നോർത്ത് പോലീസ് എടുത്തിരിക്കുന്നത് ഇടവേള ബാബുവിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെതിരെയാണ്. കൂടാതെ നടൻ മുകേഷിനെതിരെ മരട് പോലീസും ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശ്യാംപ്രസാദ്, ഈ കേസുകൾ എടുത്ത് ചാർജ് ചെയ്തവർക്കെതിരെ വരാനിരിക്കുന്ന നിയമ നടപടികൾ, തുടർ നടപടികൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇത് ഒരു പീഡന പരാതിയാണ്, ലൈംഗിക പീഡന പരാതി ആയതിനാൽ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് പല നടികളും ഇത്തരത്തിലുള്ള തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ പറയാൻ ഇടയായത്. ഒരുപക്ഷെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളല്ല. ഇവരൊന്നും ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയ നടിമാരോ ആരും തന്നെ അല്ലതാനും. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചത്ത് വരാൻ കാരണമായി ഇവർക്കൊക്കെ ഈ പൊതുസമക്ഷത്ത് വന്ന് ഇത്തരത്തിൽ ഈ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ പങ്കുവെക്കാൻ അല്ലെങ്കിൽ പറയാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് ഈ കേസുകളും കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ കേസുകൾ എല്ലാ പരാതികളും ഇഴകീറി പരിശോധിക്കുമെന്ന് തന്നെയാണ് ഇന്നലെ അജിത ബീഗം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ മൊഴി രേഖപ്പെടുത്താനെത്തിയപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ പരാതികളും വിശദമായി പരിശോധിച്ച് ഇതിൽ എത്രത്തോളം ഈ കുറ്റക്കാരെ ഉൾപ്പെടെ കണ്ട് അവരെ ചോദ്യം ചെയ്ത് അതിനുശേഷം ഇതിൻ്റെ വിചാരണ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അങ്ങനെ അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ, എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കേസിൻ്റെ ഒരു ആഴം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. നിലവിലിപ്പോൾ ഈ പരാതികളുടെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ മറ്റ് സാഹചര്യ തെളിവുകളും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് പ്രധാനമായിട്ടും FIR ഇട്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഈ നടിയുടെ പരാതികളിൽ 4 FIR ആണ് ഇട്ടിരിക്കുന്നത്. അതിൽ എറണാകുളം ജില്ലയിൽ ഈ നോർത്ത്, മരട്, അതോടൊപ്പം തന്നെ സെൻട്രൽ പോലീസ് എന്നീ 3 സ്റ്റേഷനുകളിലും തിരുവനന്തപുരത്തും ഒരു ജയസൂര്യക്കെതിരായ പരാതിയിലുമാണ് ഇത്തരത്തിൽ നിലവിലിപ്പോൾ ഈ കേസ് എടുത്ത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ശരി, ശ്യാംപ്രസാദ് ഉത്തമൻ, വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് CPM എന്ന് പറയുമ്പോഴും CPM വക്താക്കൾ ഒന്നും അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. തികച്ചും സ്വാഭാവികം. പക്ഷേ MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതിന് മറ്റു പല ചരിത്ര സംഭവങ്ങളുമായും അല്ലെങ്കിൽ മുൻകാല സംഭവങ്ങളുമായും താരതമ്യപ്പെടുത്തിയാണ് പിടിച്ചു നിൽക്കാൻ നോക്കുന്നത് എന്നത് തികച്ചും ഖേദകരം തന്നെയല്ലേ? കാരണം അതുമായി ബന്ധപ്പെടുത്തി പറയാവുന്നതാണ്, ഒരു വലിയ സമൂഹം അനുഭവിക്കുന്ന ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, പീഡനങ്ങൾ. അതൊരു വലിയ സമൂഹമാണ്. നമ്മുടെ മലയാള സമൂഹത്തെ അല്ലെങ്കിൽ മലയാള സാമ്പത്തിക സ്ഥിതിയെ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു മേഖലയിൽ ഉണ്ടായ അതിഗുരുതരമായ പ്രശ്നങ്ങൾ, അതിൻ്റെ ഭാഗമായ ഒരാൾ, ഒരു ജനപ്രതിനിധി, ജനങ്ങൾ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് വിട്ട ഒരാൾ,
അദ്ദേഹത്തിനെതിരെയാണ് ഈ ആരോപണം വരുന്നതും ഇപ്പോഴിതാ കേസെടുത്തിരിക്കുന്നതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. അപ്പോഴാണ് ഇക്കാര്യത്തിൽ ഒരു പിടിവാശി പാർട്ടി കാണിക്കുന്നത്. ഇത് പാർട്ടിയെ കൂടുതൽ പ്രശ്നത്തിലാക്കില്ലേ? തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-നെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ പോകുന്നത് മുകേഷിന്റെ രാജി ആവശ്യം തന്നെയാണ്. കാരണം മുകേഷിന്റെ രാജി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നാനാ മേഖലകളിൽ നിന്നും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ പലയിടത്തായി ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും കേസെടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ കേസ് കൂടി എടുത്തതോടുകൂടി CPM വലിയ ഒരു പ്രതിരോധത്തിലേക്ക് തന്നെ നീങ്ങും. അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ മുകേഷിനെ അംഗമാക്കിയിരുന്നു. ആ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മുകേഷിനെതിരെ ഇത്തരത്തിലൊരു ലൈംഗിക പീഡന പരാതിയിൽ ഒരു കേസെടുക്കുന്നത്. അങ്ങനെ ഒരു ലൈംഗിക പീഡന പരാതിയിൽ, അതും പ്രത്യേകിച്ച് ഒരു നടൻ കൂടിയായിട്ടുള്ള ആളാണ് മുകേഷ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരാതി അത് ഒരു ഇതേ സിനിമാ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സഹപ്രവർത്തക, അതായത് ഒരു നടി, കൂടെ വർക്ക് ചെയ്തിട്ടൊരു നടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നതൊക്കെ മാറ്റി നിർത്തി ഈ കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്ത ഒരു സഹപ്രവർത്തകയാണ് ഇത്തരത്തിൽ ഈ നടനെതിരെ ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു പരാതി ഉന്നയിക്കുന്നത്. ആ പരാതിയിന്മേൽ ഇത് സംബന്ധിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘം, ഈ സർക്കാർ തന്നെ നിയോഗിച്ച അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘമാണ് ഇവരുടെ പരാതി കേട്ടത്. ഈ പരാതി കേട്ടതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച് കേസെടുക്കേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമാവുന്നത്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ സർക്കാർ സ്വാഭാവികമായിട്ടും ഈ മുകേഷിന്റെ ഈ ഒരു രാജി അത് ആവശ്യപ്പെടാവുന്നതാണ്. പ്രത്യേകിച്ച് CPM-ന് അത് ആവശ്യപ്പെടാവുന്നതാണ്. കാരണം ഈ പിണറായി വിജയൻ സർക്കാർ 2016 അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീപക്ഷത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോഴും ഈ സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി നൽകിയ ആ റിപ്പോർട്ടിൽ വളരെ ഗുരുതര പരാമർശങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഗുരുതര പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് മറ്റ് പല നടിമാരും ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ വെളിച്ചത്ത് പറയാൻ തയ്യാറായത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ മറ്റ് നടന്മാരിലേക്കും അതിൽ പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. CPM-ന്റെ MLA കൂടിയായിട്ടുള്ള കൊല്ലത്ത് വളരെ ഗുരുതരമായ ആരോപണങ്ങളിലൂടെ കടന്നു പോവുകയാണ് CPM എന്ന പാർട്ടിയും അതിന്റെ പ്രതിനിധിയായ ജനപ്രതിനിധി മുകേഷ് MLA-യും.